ഹായ് ഹലോ, ഇന്നത്തെ റെസിപ്പി അടിപൊളിയായിട്ടുള്ള ഒരു സ്പാനിഷ് ഡിലൈറ്റ് കേക്കിൻ്റേതാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുകയെന്ന് നോക്കാം. അതിനായിട്ട് ഒരു അര കപ്പ് പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ചേർത്ത് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലോർ മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് 3/4 കപ്പ് മൈദയും 4 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഒന്ന് ബീറ്റായി വരുമ്പോൾ നമുക്കൊരു 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. പഞ്ചസാര ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് കേട്ടോ, കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഓയിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അധികം നേരം മിക്സ് ചെയ്തെടുക്കരുത് കേട്ടോ. പിന്നീട് നമുക്ക് ഫ്ലോർ ചേർത്ത് കൊടുക്കാം. കുറേശ്ശായിട്ട് ഫ്ലോർ ചേർത്ത് കൊടുക്കുക. ഒരു ട്രിപ്പ് ഫ്ലോർ ആദ്യം ഇട്ടതിന് ശേഷം നമ്മൾ ആദ്യം കലക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ബൂസ്റ്റിൻ്റെ മിക്സ്, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടുത്ത ട്രിപ്പ് ഫ്ലോർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ബൂസ്റ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കിയെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററൊക്കെ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു സമയം തന്നെ നമുക്ക് ഓവണും പ്രീഹീറ്റ് ചെയ്ത് വെക്കുക. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ബേക്കിംഗ് ട്രേയിൽ ബട്ടർ പേപ്പറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 30 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കേക്ക് റെഡിയായി കിട്ടും. ഇനി നമുക്ക് കേക്കിൻ്റെ ഇടയിലിടാനുള്ള കാരമലിൻ്റെ നട്ട്സ് ഉണ്ടല്ലോ പൊടിച്ചിടുന്നത്, അത് തയ്യാറാക്കിയെടുക്കുക. അതിനായിട്ട് ഒരു അര കപ്പ് പഞ്ചസാര ഒരു പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കാരമലൈസ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു അര കപ്പോളം കാഷ്യൂം അതുപോലെ തന്നെ ബദാമൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക കേട്ടോ. ഒരു ബട്ടർ പേപ്പർ വിരിച്ചൊരു പാത്രത്തിലോട്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ കുറച്ചധികം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ചൂടാറി വരുമ്പോൾ നമുക്കിത് പൊടിച്ച് സെറ്റാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമ്മൾ കേക്ക് സോക്ക് ചെയ്തെടുക്കുന്നത് ഷുഗർ സിറപ്പിലല്ല കേട്ടോ. പകരം പാലിൽ ഒരു 2 ടേബിൾ സ്പൂണ് ബൂസ്റ്റ് പൊടിയും അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമുള്ള കണ്ടൻസർ മിൽക്കും ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ചൂട് പാലിലാണ് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കേക്ക് ഐസിങ് ചെയ്തെടുക്കുമ്പോഴത്തേനും ഇത് ചൂടാറിക്കോളും. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ബൗളിലോട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക. വിപ്പിംഗ് ക്രീം നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ക്രീമൊക്കെ നല്ലപോലെ ബീറ്റായി വന്നാൽ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ബൂസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ക്രീമൊക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ കാരമൽ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റിയെടുക്കുക. ഇനി നമുക്ക് കേക്കിലേക്കുള്ള ചോക്ലേറ്റ് ഗണേശ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് അര കപ്പ് ഡാർക്ക് ചോക്ലേറ്റും അര കപ്പ് വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ബട്ടറും പാടെ ഓവനിൽ ഒന്ന് ചൂടാക്കിയെടുത്തതാണ്. അതവിടെ നമ്മൾ ഐസിങ് ചെയ്യുമ്പോഴത്തേനും അത് നല്ലപോലെ ചൂടാറി തിക്കായിട്ട് വരും കേട്ടോ. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്തെടുക്കാൻ തുടങ്ങാം. അതിനായിട്ട് കേക്കിനെ നമ്മൾ 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക.
ഞാനിപ്പോൾ ഇവിടെ ഒരു പ്ലേറ്റിലാണ് കേട്ടോ വെക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കേക്ക് ബോർഡിലൊക്കെയാണ് ഇത് ശരിക്കും സെറ്റാക്കി എടുക്കേണ്ടത്. ഇവിടെ മക്കൾ ഒരു പൂതിക്ക് കേക്ക് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ലെയറിൽ നമ്മൾ ഇതുപോലെ ഒരു പ്ലേറ്റിൽ വെച്ച് കൊടുത്തിട്ട് ഫസ്റ്റത്തെ ലെയർ ആദ്യം തയ്യാറാക്കി വെച്ച ബൂസ്റ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ക്രീം മിൽക്ക്. ഇനി അതിന് ശേഷം നട്ട്സ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഈ നമ്മളിപ്പോൾ പറഞ്ഞ രീതിയിൽ തന്നെ അടുത്ത ലെയറിലും ഈ സ്റ്റെപ്പുകളൊക്കെ ആവർത്തിക്കുക കേട്ടോ. ആദ്യം സിറപ്പ് ഒഴിച്ച് കൊടുക്കുക, അതിനുശേഷം വിപ്പിംഗ് ക്രീം, പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക്, അതുപോലെ തന്നെ നട്ട്സ് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് കേക്ക് മുഴുവനായിട്ട് നമ്മൾ ഐസിങ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ എല്ലാ ലെയറും വെച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ മൊത്തത്തിലായിട്ട് കേക്കിനെ ക്രീം തേച്ചെടുക്കുകയാണ്. ഇത് നമ്മൾ ഗണാഷ് ഒഴിക്കണോണ്ട് തന്നെ അധികം പെർഫെക്റ്റായിട്ട് ക്രീം തേച്ചെടുക്കണം എന്നില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ മുഴുവനായിട്ട് കേക്കിൻ്റെ മുകളിൽ ക്രീം തേച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ ഒരു 10-15 മിനിറ്റ് ഒന്ന് നേരം വെക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഗണാഷ് ഒഴിക്കാം. അങ്ങനെ ഫ്രിഡ്ജിൽ നിന്നൊക്കെ കേക്ക് എടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചോക്ലേറ്റ് ഗണാഷ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ഗണേശൊക്കെ ഒഴിച്ചതിന് ശേഷം അടിയിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നട്ട്സിൻ്റെ മിക്സ് മുഴുവനായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം മേലെ ടോപ്പിൽ കുറച്ച് ഫ്ലവറും വെച്ച് കൊടുത്തിട്ട് നമ്മളിത് ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറഞ്ഞത് ഒരു 5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുകയാണെങ്കിലാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് നമ്മളറിയുക. പക്ഷെ ഇവിടെ എന്തായാലും 5 മണിക്കൂറൊന്നും ഫ്രിഡ്ജിൽ ഇരിക്കില്ല. അപ്പോൾ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കഴിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അപ്പം തന്നെ കേക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ എത്രത്തോളം സോഫ്റ്റ് കേക്കാണ് ഇത് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബായ്.